നമ്മൾ ഇന്ന് നല്ലൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു ഇഫ്താർ സ്നാക്കായിട്ടും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തൊക്കെ ചായക്കടയിൽ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ യൂട്യൂബ് കണ്ടിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ. ഞാനിതുവരെ ഇത് കഴിച്ചിട്ടുമില്ല, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. സംഭവം ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ക്യാപ്പ് വെച്ചത് കുറച്ചൊരു വലിയൊരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എത്ര സ്നാക്കാണോ വേണ്ടത് അതിൻ്റെ ഡബിളായിട്ട് നമ്മൾ ബ്രെഡ് എടുക്കണേ. എന്നിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ നമ്മളൊന്നിങ്ങനെ പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട കേട്ടോ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തുള്ളത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഇത് 2 എണ്ണം ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ബ്രെഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒന്ന് നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റും അതുപോലെ പോക്കറ്റ് ഷവർമൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രെഡ് ചെയ്യുന്ന പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മളിതാ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി ബ്രെഡും കൂടെ ഒന്നിങ്ങനെ മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഇങ്ങനെ കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മുട്ടയിൽ നമ്മൾ ഒരുപാട് സമയം ഡിപ്പ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കാരണം മുട്ടയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്രെഡ് കുടിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. സിമ്പിളായിട്ടുള്ള മസാല തന്നെയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് അങ്ങനെ സോഫ്റ്റ് ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മാത്രം ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഓയിലിൽ നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട്ലറ്റൊക്കെ എല്ലാം ഫ്രൈ ചെയ്യുന്ന പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒരുപാടങ്ങ് ഫ്ലെയിം കൂട്ടി വെക്കണ്ട. എന്നിട്ട് ഇതുപോലെ നല്ലൊരു കളറാവുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ എല്ലാ ബ്രെഡും നമ്മളിത് ഇതുപോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊരിച്ച പത്തിരിയും അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിതാ 2 മുട്ട പുഴുങ്ങിയത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് ഞാനിതാ കുറച്ച് എഗ്ലെസ് മയണൈസാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ മാത്രം ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഓപ്പൺ ആക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ഇതിൽ കിട്ടുമല്ലോ പോക്കറ്റ് പോലെ. എന്നിട്ട് അതിലേക്ക് നമ്മളിത് ആദ്യം മയണൈസിൻ്റെ ആ ഒരു ഇത് കുറച്ചൊന്നാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരു ചിരിമുട്ടയാട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പേര് ചിരിമുട്ട എന്നാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കാണുന്നതും ഉണ്ടാക്കിയെടുക്കുന്നതും. ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിക്കുന്ന പോലെയാണല്ലോ ഇരിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഒരു പല്ലിൻ്റെ പോലെ നമ്മൾ മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു റെസിപ്പി തന്നെയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ടും. അപ്പോൾ ഞാനിതവിടെ 4 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഹെവിയാണ്, കാരണം മുട്ടയും 2 പീസ് ബ്രെഡും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്നൊക്കെ കഴിച്ചാൽ തന്നെ വയറ് നിറയും കേട്ടോ. അത്രയും നല്ലൊരു ഹെവി ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയായിരുന്നു. ആ പേര് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ഒരു കൗതുകം തോന്നിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുവരെ ഇത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ തട്ടുകടയിലുള്ളതാണെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലോ കണ്ടിട്ടുണ്ടെങ്കിലോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്.